രാവിലെ എണീക്കുമ്പോഴോ അല്ലെ വണ്ടി ഓടിക്കുമ്പോഴോ തല കറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഷോർട്ടിനകത്ത് കുറച്ച് എക്സസൈസുകൾ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യുന്നതെന്ന്. ഇതെങ്ങനെയായി സംഭവിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മറ്റേ വീഡിയോ കാണുക. അത് ഞാൻ ചെറിയ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തുവായി പ്രോബ്ലം. അപ്പം എക്സസൈസ് കൊണ്ടുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്ലോട്ടായി ഈ ട്യൂബിനകത്ത് കിടക്കുന്ന കല്ലുകളെ തിരിച്ച് കൊണ്ടുവന്ന് നമ്മൾ ഈ മെയിൻ പോക്കറ്റിനകത്തോട്ട് തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ കാണുന്നതാണ് ഫസ്റ്റ് എക്സസൈസ്. ഇത് യൂണിവേഴ്സൽ റീപൊസിഷൻ മാനുവർ എന്ന് പറഞ്ഞൊരു പേരുള്ളത്. നമ്മളൊരു ടേബിളേ ഇരിക്കുക, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, രണ്ട് സൈഡിൽ നിന്ന് എണ്ണിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ടേബിളോ അല്ലെ ബെഞ്ചോ ആയിരിക്കണം. നമ്മൾ എന്നിട്ട് ചരിഞ്ഞ് കിടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ തല ഒരു 30 to 45 ഡിഗ്രീസ് താഴോട്ട് ഓറിയൻറ്റ് ചെയ്ത് വേണം കിടക്കാൻ സൈഡിൽ. അത് കഴിഞ്ഞ് മലന്ന് നേരെ തിരിച്ച് അപ്പുറത്തെ സൈഡിൽ കിടക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോഴും തല ഇച്ചിരി താഴോട്ട് കിടക്കണം, എന്നാലല്ല ആ ഓറിയൻറ്റേഷൻ കറക്റ്റ് ആകത്തുള്ളൂ ആ കല്ലിന് തിരിച്ച് വരാനായിട്ട്. എന്നിട്ട് അവിടുന്ന് നമ്മൾ കയറി ഇരിക്കുക. ഇത് നമുക്ക് 3 വട്ടം റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് സിംറ്റങ്ങൾ ബെറ്റർ ആവുമോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുക. എല്ലാ വട്ടവും നമ്മൾ കിടക്കുമ്പോഴും നമുക്ക് ഡിസീനെസ്സോ അല്ലെങ്കിൽ തലകറക്കോ വരുവാണെങ്കിൽ നമ്മളത് വെയിറ്റ് ചെയ്യണം അവിടെ കിടന്നുകൊണ്ട് അത് പോകുന്നിടം വരെ. എന്നിട്ടൊരു 30 സെക്കൻഡ് കൂടെ എക്സ്ട്രാ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അടുത്ത പൊസിഷനിലോട്ട് മാറണം. ഇപ്പോൾ റീസെർച്ച് പറയുന്ന ആ ഒരു എക്സസൈസാണ് ഏറ്റവും നല്ലത് ഇതൊരു ക്യൂറായിട്ട് തിരിച്ച് ഇതിനെ കൊണ്ടുവരാനായിട്ട്. ഇത് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇത് പിന്നെയും വരാതിരിക്കണമെന്നില്ല. പക്ഷേ ഇത് വരുമ്പോൾ സിംറ്റംസ് വരുമ്പോൾ ഇതൊരു നല്ലൊരു ടൂളാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗെയ്സ് സ്റ്റേബിലൈസേഷൻ എക്സസൈസ് എന്ന് പറഞ്ഞ 2 എക്സസൈസുകളാണ്. നമ്മുടെ കണ്ണ് എത്രത്തോളം നമ്മൾ ഒരു സാധനത്തെ നോക്കി അതേ കറക്റ്റായിട്ട് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുന്നു എന്നുള്ള ഇതാണ്. നമ്മുടെ കണ്ണ് ശരിക്കും ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ തലകറക്കം വരും, നമുക്ക് ബ്ലറി വിഷൻ വരും, അല്ലെങ്കിൽ രണ്ടായിട്ട് കാണാം. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ടിലൊരു സാധനം വെക്കുക. എന്നിട്ട് എത്രത്തോളം നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും ബ്ലറി ആവാതിരിക്കാനായിട്ട്. സൈഡ് ടു സൈഡ് നമുക്ക് പോകാം, മണ്ടയ്ക്കോട്ടും താഴോട്ടും പോകാം. നമ്മൾ കണ്ണെ പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ണ് ഫോളോ ചെയ്യുക ആ സാധനത്തിനെ. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എണ്ണിച്ച് നടക്കുമ്പം ഇത് ചെയ്തുകൊണ്ട് നടക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു അക്ഷരം അവിടെ എഴുതി എത്രത്തോളം നല്ലതായിട്ട് വായിക്കാം. ഇതെല്ലാം അതിൻ്റെ പ്രോഗ്രഷനുകളാണ്. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫിക്കൽട്ടായിരിക്കണം അത്രേ. പിന്നെ റെഗുലർ എക്സസൈസും കാർഡിയോവും എപ്പോഴും നല്ലതാണ്, പ്രത്യേകിച്ച് തലകറക്കമുള്ള ആൾക്കാരാണെങ്കിൽ. കാരണം നമ്മുടെ ബ്രെയിനിന് ബ്ലഡും ഫ്യൂവലും പിന്നെ ബ്രെയിനിന് ഓരോ പുതിയ ചലഞ്ചുകളും കൊടുക്കുക നമ്മളെല്ലാ വട്ടം ഓടാനോ നടക്കാനോ നീന്താനോ വല്ലതും പോകുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ശ്രമിച്ച് നോക്ക്. എന്നിട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ അവർക്ക് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മരുന്നില്ലാതെ തന്നെ നല്ല എക്സസൈസുകളോടെ അതിൻ്റെ ആക്ച്വൽ റൂട്ട് കോസ് ട്രീറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു കാണുന്നത്.